കുഞ്ഞമ്മോ, ഈ കോഴിയുടെ കളർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ രക്ഷപ്പെട്ടു പോയിനല്ലേ. അതിന് വല്ല വൈറ്റ് വാഷ് അടിക്കേണ്ടി വരും. വാക്ക് പറഞ്ഞ വാക്കയക്കണം. എന്ത്? നീയൊക്കെ ഇന്നലെ കോലത്തെ പറമ്പിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ഇന്നലെ അല്ലേ? എടുക്ക് ബെറ്റ് വെച്ച് ബെറ്റിന്റെ കാശ് എടുക്കാൻ. ബെറ്റിന്റെ കാശാ? എന്ത് പറ്റി? ദേ, ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യ തോറ്റു, അതുകൊണ്ട് നീ എനിക്ക് 150 രൂപ തരണം. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഇന്ത്യക്കാരൻ ഇന്ത്യ തോൽക്കാൻ വേണ്ടി ബെറ്റ് വെക്കൂടാ മണ്ട. ബെറ്റ് തോറ്റോണ്ട് വേല ഇറക്കണ്ടടാ. നീ എന്തിനാണ് കൂടി വേല വെക്കാൻ എനിക്കിട്ട് വേല വെക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നീ അല്പം കൂടി ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ ചിക്കൻ ഗോപി അടിക്കാം. നീയൊക്കെ കൂടി എന്നെ അവസാനം ഗോപി ആക്കരുത്. എടാ ഇല്ലടാ, നബിദിനമായിട്ടേ നീ മാമയുടെ വീട്ടിലേക്ക് വാ. അവിടെ ഇന്ന് പെരുന്നാളാ. പെരുന്നാളാ? അതെ. എടാ, നബിദിനമായിട്ട് സാഹിബിന്റെ വീട്ടില് ഇന്ന് അടിപൊളിയാ. അതെ, ഒരുപാട് പലഹാരങ്ങളൊക്കെ പാചകം ചെയ്ത് നിന്റെ അണ്ണാക്കിലേക്ക് ഞങ്ങള് തള്ളി കയറ്റണ്ടടാ. എടാ, മിലിറ്ററി കുട്ടികൃഷ്ണൻ അങ്കിളും ഫാദർ ആന്റണി മാമയും പിന്നെ ഞങ്ങളൊക്കെ കൂടി ഇന്ന് അടിച്ചു പൊളിക്കുവാ. അവരൊക്കെ ആരാ? അവരൊക്കെ ആരാ? ഓ, ഇപ്പം കുറെ നാള് ബോംബെയിലായിരുന്നു. എടാ, അവര് 3 പേരും പഴയ ഉറ്റ ചെങ്ങാതിമാരല്ലേ. യഥാർത്ഥത്തിൽ അവരാണ് ശരിക്കുള്ള സുൽത്താൻമാര്. എടാ, ഓരോരോ പെരുന്നാൾ വരുമ്പോഴും അവരോരോരുത്തരുടെ വീട്ടിലാ ഓരോരോ ആഘോഷം നടത്തണം. അറിയാവോ? ഇന്നത്തെ നബി പെരുന്നാള് നമ്മുടെ മാമാന്റെ വീട്ടിൽ വെച്ച് നടത്തണം. യഥാർത്ഥത്തിൽ സന്മനസ് ഉള്ളവർ അവരാ, മനസ്സിലായോ? പിന്നെ നല്ല കോഴി ബിരിയാണി കഴിക്കണമെങ്കിൽ നീ വൈകുന്നേരം മാമാടെ വീട്ടിലേക്ക് വാ, നമുക്ക് പോകാം. അപ്പൊ പറഞ്ഞ പോലെ നീ അവിടെ പോയി പിടിക്കടാ. അപ്പൊ വൈകിട്ട് മാമാടെ വീട്ടിലേക്ക് വാ. ഓക്കെ? അതേ കളിച്ച് നല്ല കോഴിയോണ്ട് കൊത്തിക്കൊല്ല. പിന്നല്ല, അവള് പണി തുടങ്ങിക്കഴിഞ്ഞു. ശാരദേ, ഓ പെരുന്നാളായിട്ട് ഇന്നെങ്കിലും ഒന്ന് കുളിക്കാൻ പാടില്ലായിരുന്നടി. കുളിക്കാതെ നൈറ്റ് ഒക്കെ ഇട്ടെടുത്ത് നിക്കുവാ. ദേ, ഇവിടെ ഉള്ള 10 കോഴിയുടെ കൂട്ടത്തിൽ ഇതിനെയും കൂടി അങ്ങോട്ട് വെച്ചോ. അല്ല പാചകക്കാരൊന്നില്ലേ? അപ്പുറത്തുണ്ട്. നീ ഒരു പണിയേ, ഞാൻ അപ്പുറത്ത് പോയി പാചകക്കാരുടെ കാര്യങ്ങൾ നോക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഈ മത്തങ്ങ എടുത്ത് അങ്ങോട്ട് വെച്ചേരി വേണേ. എന്നാ ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ. ഹലോ, മൈക്കല്ല പൈപ്പാണല്ലേ, മാറിപ്പോയി. ശാരദേ, നിന്റെ സുന്ദരമായ മുഖം കാണുമ്പോൾ ഞാനൊക്കെ കോരിത്തരിച്ചു പോവുകയാണ്. എടി ശാരദേ, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അല്ല ഞാൻ അല്ല വേണ്ടെങ്കിൽ വേണ്ട. ഒന്ന് മുറ്റടിക്കാൻ പറഞ്ഞ് മുറ്റടിക്കാൻ പറ്റില്ല. മനുഷ്യനെ ചൂടിത്തടിക്കാൻ പോണു. പോരെ അവിടുന്ന്. അല്ല, എന്നാ നമ്മളാ കല്യാണത്തിന് വെച്ച സാമ്പാർ നന്നായിരുന്നു കേട്ടോ. അത് വലിയ സംഭവം. ഇവര് പാചകക്കാരല്ല, വാചകക്കാരാന്നാ തോന്നണേ. ഇന്ന് ശരിയാക്കി തോറ്റടോ നിന്നെയൊക്കെ. എന്തിരിപ്പ ഇത്? ബിരിയാണിക്ക് കോഴി റെഡിയായാ? ബിരിയാണി? എന്നാ ബിരിയാണി? ഞങ്ങളോട് ആരൊന്നും പറഞ്ഞില്ല. ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല. പാചകക്കാരാണത്രേ. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് കേട്ടാ കുറ്റിയും പറിച്ച് വെട്ടത്തിയും കോടാലിയും വാക്കത്തൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നോളും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉച്ചക്കൊക്കെ ആൾക്കാർ വന്നതാണ്. ഉച്ചയ്ക്ക് മുമ്പ് ബിരിയാണി റെഡി ആയില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്റെ തനി സ്വഭാവം മനസ്സിലാക്കും. മനസ്സിലാവടാ? അല്ല പിന്നെ വാക്കത്തി അത് താഴേക്ക് ഒരു തമാശ പറഞ്ഞാൽ പോടുന്നു. കോഴിയൊക്കെ കോഴിയുടെ സൗഹൃദത്തിന് പയ്യ വന്നാ അതേട്ടാ, എന്നിട്ട് ഉണ്ടാക്കിയാ മതി. അയ്യോ, എന്താടോ ഇത്ര വൈകിയത്? കറക്റ്റ് സമയത്താടോ, ഒട്ടും വൈകിട്ടില്ല. മോളെ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നങ്കിൾ? സുഖം തന്നെയല്ലേ ലക്ഷ്മി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. മോളെ, ഇവരാണ് ഞാൻ പറയാറുള്ള ഇവിടത്തെ ഗജപോക്കിരികൾ. ആന്റണി അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛൻ വരും. താൻ ബേജാറാവണ്ട. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും പറഞ്ഞ സമയത്തിന് 1 മിനിറ്റ് മുമ്പേ ഫാദർ ആന്റണി ഇവിടെ എത്തും. ഇത്ര ദൂരം യാത്ര ചെയ്തതല്ലേ, ക്ഷീണം ഉണ്ടാവും. വിശ്രമിക്ക്. മുറിയൊക്കെ ഇവര് കാണിച്ചു തരും. വേണ്ട വേണ്ട വേണ്ടാന്നേ.
എടോ സാഹിബേ, ഈശോ വിശേഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാലേക്കും അസ്സലാം. ഇത്രയേറെ വൈകിയപ്പോ ഫാദർ ഇനി വരുമെന്ന് സംശയം ഉണ്ടായിരുന്നു. തിരക്കുകൾ ഒത്തിരി ഉണ്ടെങ്കിലും വല്ലപ്പോഴും ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. കുട്ടിക്കൃഷ്ണനും കുടുംബം എത്തിയില്ലേ? എപ്പോഴേ എത്തി. അപ്പൊ ഞാനാണോ വൈകിയത്? ഞങ്ങളെപ്പോലെ അല്ലല്ലോ ഫാദർ, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള ആളല്ലേ. ഈ തിരക്കുകൾക്കിടയിലും പഴയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അത് മാത്രം മതി. നമ്മൾ ഇവിടെ ഒന്നും സംസാരിക്കണ്ട, അകത്തെല്ലാരും ഉണ്ട്. വാ. വന്നവർ വന്നവർ നാലു കെട്ടിൽ തങ്ങി നിന്നുപോയി ഞാന്ന നിഴലുകൾ മാതിരി. ആഹാ. വാ. വാ 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 ആ വാ ആ. വാ അല്ലേ? അതെ 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 വാ വാവോ. ദാ. വാ വാ. വാ 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 വാദിയാരേ വാ വഞ്ചിക്കൊടി ആ. ഉന്നിഷ്ടപ്പടി എന്നെ കെട്ടിപ്പൊടി. ഇങ്ങനെ ഒരു കവിത ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഇതാരാണ് മകനെ എഴുതിയത്? എന്റെ പൊന്നച്ചോ, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് മഹാകവി വൈരമുത്തെഴുതിയതാണോ എന്ന് എനിക്കൊരു ഇത് സംശയമുണ്ട്. അല്ലേ? വൈരമുത്തെഴുതിയതൊന്നുമല്ല. ഇത് കവിത. ഇതെന്താ സാധനം ഞാൻ പറഞ്ഞുതരാം. ഇത് കവിത ഒന്നും അല്ല. ദേ ഇത് ഇങ്ങനെയാണ് കേട്ടോ. വാ വാ അതെ, അതെ, അതെ. കൈമന്നൂട്, കൈമന്നൂട്, കൈമന്നൂട്. എന്നെ കെട്ടിപ്പൂടി അത്തിയാച്ചി നാനാച്ചി. നാണക്കേട്. എടാ മോനെ, ഈ കവിത വേണം ഇങ്ങനെയും ചൊല്ലാം. മനസ്സിലായ? വ്യക്തികൾ മാറുന്നതിനനുസരിച്ച് കവിതയുടെ ആത്മാവ് മാറ്റാം. അങ്ങനെയല്ല. പിന്നെ? റവ മാറുന്നതനുസരിച്ച് ഉപ്പുമാവും മാറും, അല്ലാതെ ആത്മാവല്ല മാറുന്നത് കേട്ടോ. അങ്ങനെ ഒരു ആത്മാവ് മാറ്റം അതാണല്ലോ ഇവിടെ നടന്നത്. ആ. ഡാ എനിക്ക് പോടാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരണോ? ഓടാ. പോയിക്കോടുന്നു. ഏ? ആ ഇനി നമുക്കൊരു കൈ നോക്കാം. ആ ഇനി ഇവന്റെ കൈയൊന്ന് നോക്കാം. ദാ, ദാ. എന്താടാ എന്ത് വേണ്ട പറ്റി? വേണ്ട 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 വേണ്ട, നീ കൂടുതൽ സംസാരിക്കണ്ട. എടാ, ഈ കൂടെ നടന്നിട്ട് പാര പണിയുന്ന സ്വഭാവം അത് മനുഷ്യന് ചേർന്ന സ്വഭാവമല്ല. മനസ്സിലായ? ആ ഹലോ വാദ്യരെ, എന്താ ഒരു ഗൂഢാലോചന? എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അല്ല, ഭയങ്കര ചൂട് ഇവിടെ. ഒന്ന് കാറ്റോളാൻ വേണ്ടി വന്നിരുന്ന. കാറ്റോളൻ ഇവിടെയാണോ വന്നിരിക്കുന്നേ? എവിടെയായാലും എന്താ, കാറ്റുണ്ടെങ്കിൽ കൊള്ളാം. കാറ്റിന് കൊള്ളാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. എന്ത് കാര്യങ്ങള്? കുട്ടിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ആക്ച്വലി പുതുമണവാളൻ ഇപ്പൊ ഗൾഫിലാണല്ലേ? അതെ. അപ്പൊ നിങ്ങള് തമ്മില് ഐ ലവ് യു ആണല്ലേ? ഓണം കഴിഞ്ഞ പോയി. അങ്ങനെ അത് പോയി, ഭാഗ്യം. അല്ല, ഇവളൊക്കെ നമ്മളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കണത്? ഇവളുടെ മുമ്പിൽ എന്തെങ്കിലും വില ഉണ്ടാവണെങ്കിലേ ആ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ഒപ്പിക്കണം. വൃത്തിയായിട്ടവനെ, നീ എന്താ ചെയ്യാൻ പോണത്? എടാ, ഞാൻ മനോഹരമായ ഒരു കവിത ചെയ്തു. ഇന്ന് ഞാനത് അവൾക്ക് കാണിച്ചു കൊടുക്കും. ഗുസ്തി പിടിക്കാൻ നിനക്ക് കഴിയും. അത് ശരിയാ. തീറ്റ മത്സരത്തിൽ ജയിക്കാനും നിനക്ക് കഴിയും. പക്ഷെ അതുപോലുള്ള പണിയാണോടാ കവിത എഴുത്ത്? അല്ല, ഇനിയിപ്പൊ ആണെങ്കിൽ തന്നെ നീ ഒരു കവിയാണോ? എടാ വിവരദോഷി, കവിയല്ല. കവിയല്ല കവി. ആ. കവിയല്ല കവി. അതെ, അതെ. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കവിതയുള്ള ആൾ. ആ എന്നാ എഴുവ് എന്തായാലും അവസാനം കാണാമല്ലോ. കാണാല്ല? ആ. കാണാം. ഒരു നിമിഷം തരൂ ഒന്നെഴുതാ, ഒന്നു ധൈര്യം തരൂ ഒന്നെഴുതാ. ഈ മുതുപ്രാന്ത് തീർക്കൂ, ഇവനെ ഞാൻ തല്ലും മുതുപ്രാന്തനായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, കല വേണം കല. അല്ലാത്തവൻ ഭ്രാന്തനാ. നിനക്കാ ഭ്രാന്ത്. പോടവിടുന്ന്. 60 or 70 വർഷങ്ങൾ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ അത്രേ ജീവിതമുള്ളൂ. ജനനം തൊട്ട് നമ്മൾ മരണത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ ചുരുങ്ങിയ കാലം നമ്മൾ സ്നേഹിക്കുക.
എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് അത് തന്നെയാണ്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എല്ലാ മതങ്ങളും. അതെ, യുദ്ധങ്ങളെയും വിഘടനവാദങ്ങളെയും വർഗീയതയും തോൽപ്പിക്കാൻ ഒരല്പം സ്നേഹം കൊണ്ട് കഴിയും. മറ്റുള്ള രാജ്യങ്ങളെപ്പോലെയല്ല നമ്മുടെ രാജ്യം. വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ എല്ലാറ്റിനെയും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്ന മറ്റൊരു രാഷ്ട്രം വേറെ എങ്ങും ഉണ്ടാവില്ല. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, ഇവയുടെ മൂല്യങ്ങളൊന്നും അറിയാത്ത വ്യക്തികളാണ് ഓരോ രാജ്യത്തിന്റെയും പ്രശ്നങ്ങളായി മാറുന്നത്. പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭൂതകാലം ഓർമ്മയിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മുടെയൊക്കെ ബാല്യം, എത്ര മനോഹരമായിരുന്നു. കഴിഞ്ഞതൊക്കെ ഓർമ്മിക്കാൻ കഴിയുന്നവരാ വലിയവർ. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തു പറയാനാ, നിങ്ങളുടെയൊക്കെ സ്നേഹവും സൗഹൃദവും എന്നും നിലനിൽക്കണേ എന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. താനൊരു വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ പങ്കുകൂടാൻ ഒരാൾ കൂടി ഉണ്ടായേനെ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, മണവാളൻ ചെക്കാനിനെ മണവാട്ടി പെണ്ണേനിൻ. എന്തായി? അടുത്ത നബിദിനാവുമ്പത്തേക്ക് റെഡി ആവോ? അതെ, കളിയാക്കണ്ട. കവിത എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ട്യൂൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാ കൊണ്ടാ ഞാൻ പാടാ. നീ പാടാനാ? അതിലും ഭേദമല്ലേ എരുമ കരയണ ശബ്ദം കേൾക്കണതാണ്. നീ പാടണ്ട. അല്ല, നമുക്കൊരു പണി ചെയ്താലോ? ആ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു 100 മീറ്റർ ഒപ്പനയും കൂടി അങ്ങ് വെച്ചാലോ? വല്ലേ നടക്കോ? നടന്നുകൊണ്ടുള്ള ഒപ്പന മതിന്നേ. ആ. നമുക്ക് ആ ശുക്രാന്റെ പാട്ടിനെ ഏൽപ്പിക്കാം. അവന്മാരാണ് അടിച്ചു കൊളാക്കി തരും. ആ. നമ്മളത്ര മോശക്കാരിലെന്ന് തെളിയിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് കുഞ്ഞാമോ. ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓണം വരെ നമുക്ക് ഷൈൻ ചെയ്യാം. ഹൈ ലസാ, ഞാൻ റെഡി. ഓക്കെ അല്ലേ? ആ. എന്നാ ഞാൻ റെഡി. റെഡി പോകുന്നില്ലേ? കുഞ്ഞാമോ, ഇവിടെ കൈകളും കളിച്ച് കണ്ടു നമുക്ക് ഷൈൻ ചെയ്യാം. എടാ ശുക്രേ, എടാ നിന്നോടാ പറഞ്ഞേ. എടാ മോനെ, ഇങ്ങോട്ട് നോക്ക്. കൊടുത്തോളട്ടാ. നീ ശരിക്കൊന്ന് കണക്ട് ചെയ്യട്ടോ. ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാനല്ലേ ജയ കിടക്കണി. ഞാൻ പോണ്. ഈ പെരുന്നാൾ വിടുവൻ അടിന്തർ വിടാക്കിയല്ല. പിന്നെ നീ ഇതെവിടെ കൊടുക്ക? ആ, ഇവിടെ കൊടുക്കാം. കത്താവോ? സോക്കടിക്കോ? കുഞ്ഞമ്മു, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മാമാ? എടാ, നീയൊക്കെ കൂടെ എന്തു അവിടെ കാട്ടുന്നേ? എന്റെ പൊന്നു മാമ, അടിപൊളി ഒപ്പന. അടിപിടി അടിയിടിയും പിടിയും തൊഴിൽ കടിയും പിടിയാ. ഉദാഹരണത്തിന് എന്ത് പരിപാടി നടത്തിയാലും കാണാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലാണ് പരിപാടി ഗംഭീരമാവുള്ളൂ. അല്ലേ? സംഭാവനകൾ കുമ്പാരമാവാതെ പരിപാടി ഗംഭീരമാവണെങ്കിലേ ഇത് തന്നെ മാർഗമുള്ളൂ. എന്റെ പൊന്നു മാമ, കാണാൻ പോണ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? വലിയത് മനസ്സിലായാ? ഇല്ല. എങ്ങനെ മനസ്സിലാവാനാ? എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? എന്റെ പൊന്നച്ചോ, ഗൂഢാലോചനയൊന്നും അല്ല. ഞങ്ങൾ ഈ പെരുന്നാൾ അടിച്ചു പൊളിക്കാനുള്ള ആലോചനയിലാണ്. ഡാടാ, അടിച്ചു പൊളിക്കൊന്നും വേണ്ട. ഈ പെരുന്നാൾ ഗംഭീരമാക്കിയാ മതി. എന്റെ പൊന്നു മാമ, മാമയുടെ പഴ അടിച്ചുപൊളി അല്ല. അതെ, കേട്ടോ, ഈ പെരുന്നാളിന് ഒരടിപൊളി ഒപ്പന നടത്താനുള്ള ആലോചനയില ഞങ്ങൾ. എന്താ, ശരിയല്ലേ അച്ചോ? ശരിയാണ് മക്കളെ. എന്നാ പിന്നെ സമയം കളയണ്ട. 1 2 3 എണ്ണിക്കോ. 1 2 3 4.
പെണ്ണേ നിൻ മന്ദാരക്കവിളത്ത് മത്താപ്പ് കത്തിച്ചതാരാണടി മിന്നൊളിയുന്ന സുറുമക്കൺ തുമ്പത്ത് മലരൊത്ത തിരിവച്ചതാരാണടി സ്വർഗത്തിലെ സുൽത്താനോ സ്വർഗത്തിലെ രാജാവോ ബദർ മുനീറാണോ നീ ചൊല്ലടി നീ ചൊല്ലടി മണവാട്ടി പെണ്ണേ നിൻ മന്ദാരക്കവിളത്ത് മത്താപ്പ് കത്തിച്ചതാരാണടി മിന്നൊളിയുന്ന സുറുമക്കൺ തുമ്പത്ത് മലരോത്ത തിരിവച്ചതാരാണടി മഞ്ചാടിച്ചുണ്ടിനാൽ മൂളുന്നൊരീണത്തിൽ മാനിമ്പമാരന്റെ പേരല്ലേടി മഞ്ചാടിച്ചുണ്ടിനാൽ മൂളുന്നൊരീണത്തിൽ മാനിമ്പമാരന്റെ പേരല്ലേടി മനസ്സിൽ നിലവിനാൽ തീർത്ത കൊട്ടാരത്തിൽ മാണിക്യമെത്ത വിരിച്ചില്ലേടി അതിൽ മധുവോറും മലരും നിറച്ചില്ലേടി മണവാട്ടി പെണ്ണേ നിൻ മന്ദാരക്കവിളത്ത് മത്താപ്പ് കത്തിച്ചതാരാണടി മിന്നൊളിയുന്ന സുറുമക്കൺ തുമ്പത്ത് മലരോത്ത തിരിവച്ചതാരാണടി നിന്മാൻമിഴികൾ തുള്ളിക്കളിച്ചത് മോഹിച്ച തോഴനെ കാണാനല്ലേ മോളെ നിന്മാൻമിഴികൾ തുള്ളിക്കളിച്ചത് മോഹിച്ച തോഴനെ കാണാനല്ലേ മോദത്താൽ മാഞ്ഞാളം കൂട്ടി നീ വെച്ചത് മെഹബൂബിന് തുമ്പം നൽകാനല്ലേ നിൻമുഹബത്തും മൊഞ്ചും അവനല്ലേടി മണവാട്ടി പെണ്ണേ നിൻ മന്ദാരക്കവിളത്ത് മത്താപ്പ് കത്തിച്ചതാരാണടി മിന്നൊളിയുന്ന സുറുമക്കൺ തുമ്പത്ത് മലരോത്ത തിരിവച്ചതാരാണടി സ്വർഗത്തിലെ സുൽത്താനോ സ്വർഗത്തിലെ രാജാവോ ബദർ മുനീറാണോ നീ ചൊല്ലടി നീ ചൊല്ലടി മണവാട്ടി പെണ്ണേ നിൻ മന്ദാരക്കവിളത്ത് മത്താപ്പ് കത്തിച്ചതാരാണടി മിന്നൊളിയുന്ന സുറുമക്കൺ തുമ്പത്ത് മലരോത്ത തിരിവച്ചതാരാണടി ഇന്നെ പോണോ? എല്ലാവർക്കും നാളെ പോയാ പോരെ? എല്ലാ തവണയും താൻ ഇത് തന്നെയാണല്ലോ പറയാറ്. സമയം കിട്ടിയ താൻ ഇവരെയും കൂട്ടി അങ്ങോട്ട് വാ. ആ ഇനി ഓണമല്ലേ വരുന്നത്. ഓണത്തിന് എല്ലാവരും എന്റെ തറവാട്ടിൽ ഒത്തുചേരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഇവരുടെ വിവാഹവും കഴിഞ്ഞ് മടങ്ങാൻ പാടുള്ളൂ.
പോട്ടടോ, 2 ദിവസം പോയത് അറിഞ്ഞില്ല. ആ കുട്ടിക്കൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മൾ ഓണത്തിന് കുട്ടിക്കൃഷ്ണന്റെ തറവാട്ടിൽ വെച്ച് ഒത്തുകൂടുന്നു. ഓണത്തിന് നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങളുടെ അടിപൊളി ഒപ്പനയൊക്കെ എന്റെ കല്യാണത്തിന്റെ തലേ ദിവസവും വേണം. ഞാൻ നിങ്ങളൊക്കെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ആ നിങ്ങൾ വരണം കേട്ടോ. അല്ല ബാഗ് വരട്ടെടോ, വരട്ടെ മക്കളെ. ആ വാ. അല്ല ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ കാണാം. പറഞ്ഞ പോലെ. ആഹാ